കിസ്മത്ത് രചന ദിയ വി കെ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പാത്തു വേണ്ട, എന്തെല്ലാം ജോലികൾ ഞാൻ ചെയ്യുന്നു, അതൊന്നും ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഏതു നേരം ഞാൻ വെറുതെ ഇരിക്കുന്ന പരാതി മാത്രം ബാക്കി. ഒന്ന് പോടെടുക്കാം, സെന്റി അടിച്ച് കുപ്പിയിലാക്കാൻ നോക്കേണ്ട കേട്ടോ. ഏറ്റില്ല അല്ലേ? ആ ഇല്ല, വേഗം കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. എന്റെ നെറ്റിയിലൊരു മുത്തം തന്ന് ഉമ്മുമ്മ പോയി. സ്വപ്നങ്ങളുടെ കൂടെ ഞാൻ ഉറക്കത്തിലേക്കും. രാവിലെ അവളെ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഉപ്പ ഒരു വർക്ക് ഏൽപ്പിക്കുന്നത്. വല്ലപ്പോഴും പറയുന്നല്ലേ, എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് വേഗം തിരിച്ചു വരാം. മനസ്സിൽ കണക്കൂട്ടി വേഗം ഇറങ്ങി. പ്രതീക്ഷയിലും വേഗത്തിൽ കാര്യങ്ങൾ നടത്തി തിരിച്ചു വരുമ്പോഴുണ്ട് ഐഷ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് നിൽക്കുന്നു. താൻ സ്വപ്നം കാണുകയാണോ? കണ്ണു തിരുമ്പി ഒന്നുകൂടെ നോക്കി. സത്യം തന്നെ, ഒറിജിനൽ ഐഷ തന്നെ. അവൾ എല്ലാ വണ്ടികൾക്കും ലിഫ്റ്റ് ചോദിച്ച് കൈ കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ അടുത്തെത്താറായപ്പോൾ കാറ് സ്ലോ ആക്കി. താങ്ക്സ് ചേട്ടാ, എന്റെ വണ്ടി പഞ്ചറായി. ഓഫീസിലത്തെ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. എല്ലാവരോടും ലിഫ്റ്റ് ഇച്ചു. അത്രയും പറഞ്ഞു കഴിഞ്ഞാണ് അവൾ എന്റെ മുഖത്തേക്ക് നോക്കിയത്. എന്നെ കണ്ട പെട്ടെന്ന് നിന്ന് സംസാരം. കുരിശി കണ്ട യക്ഷിയെ പോലെയായ അവളുടെ മുഖം. ഓഫീസിലേക്കാണ് കയറിക്കോ, ഞാൻ വിളിക്കാം. ഫ്രണ്ടിലെ ഡോർ നിർത്തുന്ന ഞാൻ പറഞ്ഞു. അവൾ വേണോ വേണ്ടയോ എന്ന് കുറെ നേരം ആലോചിച്ചു നിന്നു. എന്നെയും വാച്ചിലേക്ക് മാറി മാറി നോക്കുന്നുണ്ട്. ഒടുക്കം ബാക്കിലെ ഡോർ തുറന്ന് എന്നെ നോക്കാതെ കയറിയിരുന്നു. ഞാനൊരു ചമ്മിയ ചിരിയോടെ ഫ്രണ്ട് ഡോർ അടച്ചു വണ്ടിയെടുത്തു. ഫ്രണ്ട് മിററിലൂടെ അവളെ നോക്കിയെങ്കിലും ഈ ലോകത്തൊന്നും അല്ല എന്ന ഭാഗത്തിൽ പുറത്തേക്ക് നോക്കിയിരിപ്പാണ് കക്ഷി. അവളെ നോക്കും തോറും എനിക്ക് എന്നെ തന്നെ അടക്കി നിർത്താൻ പറ്റുന്നില്ല. തട്ടത്തിനുള്ളിൽ അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. എന്റെ പടച്ചോനെ, കൺട്രോള് തരണേ. ഓഫീസിലെത്തിയത് ഒരു താങ്ക്സ് പോലും പറയാതെ എന്നെ നോക്കിയിട്ട് കയറിപ്പോയി. അല്ലെങ്കിലും താൻ ഇത് തന്നെയല്ലേ പ്രതീക്ഷിച്ചതും. ചുണ്ടിൽ വിരിഞ്ഞൊരു മൂളിപ്പാട്ടും പാടി ഞാൻ പോന്നു. ആളുടെ വണ്ടി നന്നാക്കി ഓഫീസിൽ കൊണ്ടുപോയിടാനുള്ള ഏർപ്പാട് ചെയ്തു. പിറ്റേന്ന് ഉപ്പയുടെ കൂടെ ചെറിയൊരു ബിസിനസ് ടൂർ പോവേണ്ടി വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയപ്പോൾ ഇതിനിടയ്ക്ക് പാറു 2 പ്രാവശ്യം വിളിച്ചെങ്കിലും എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. വീട്ടിലെത്തി അന്ന് മുഴുവൻ കിടന്നുറങ്ങി. ഫ്രൈഡേ വൈഷ്ണവിനെയും കൂട്ടി ഞങ്ങളുടെ ഗോഡൌണിൽ പോയി. ഓഫീസ് മുകളിലെ നിലയിലാണ്. ലിഫ്റ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വീഴുന്ന പോലെ ഒരു സൗണ്ട് കേട്ടത്. ഒരു പെൺകുട്ടി സ്റ്റേറിന്റെ താഴെ വീണ് കിടക്കുകയാണ്. ചുറ്റും കുറെ ഫയൽസ് വീണ് കിടക്കുന്നുണ്ട്. ഞങ്ങളല്ലാതെ അപ്പോൾ ആ ഫ്ലോറിൽ ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റെപ്പിൽ നിന്നും കാലുമടങ്ങി വീണതാണ്. വൈശു നിന്ന് ഫ്രണ്ട്സിലെ ശ്രീനിവാസ സ്റ്റൈലിൽ ചിരിക്കുകയാണ്. ഞാൻ അവന്റെ മുഖത്തേക്ക് അനപ്പിച്ചൊരു നോട്ടം നോക്കി. അവളെ സഹായിക്കാൻ പോയി. നിലത്തുനിന്ന് എല്ലാ ഫയൽസും എടുത്ത് അവളെ കയ്യിൽ കൊടുത്ത് ഞാൻ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. താങ്ക്സ്. പുറകിൽ നിന്ന് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവിടെ സ്റ്റെക്കായി നിന്നു. ഈ ശബ്ദം ഞാൻ എവിടെയോ? ഇഷു. ഞാൻ വേഗം തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവൾ സ്ഥലം വിട്ടിരുന്നു. ഓടി പുറത്തു വന്ന് നോക്കുമ്പോൾ അവൾ പോകാൻ നിൽക്കുന്നേ ഉള്ളൂ. എന്നെ കണ്ടതും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നൊന്നും നോക്കിയില്ല. ഓടി അവളുടെ അടുത്ത് പോയി. ഹായ്, ഐ ആം ഫെബിൽ റഹ്മാൻ. ഷേഖാനായി കൈ നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഒന്ന് സംശയിച്ചെന്ന ശേഷം അവൾ, ഹായ്, ഞാൻ ഐഷ സിയ. സന്തോഷം കൊണ്ട് അവളെ എടുത്തു പോയി ഒരു ഡ്യുവറ്റ് പാടാനൊക്കെ തോന്നിയെങ്കിലും സംയമനം പാലിച്ചു. എന്താ പറയേണ്ടതെന്നൊന്നും കിട്ടുന്നില്ല. ആകെ ഒരു പരവേശം. എന്താ ഇവിടെ? എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. സാറിനെ കൊണ്ട് കുറച്ച് ഫയൽസിൽ സൈൻ വായിപ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ കിട്ടുന്നില്ല. മൈൻഡാകെ ബ്ലാങ്കായി കിടക്കുന്നു. ആളുകളിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങനെ തന്നെയാ. എന്നാ ശരി കേട്ടോ, ഞാൻ പോട്ടെ. പിന്നെ താങ്ക്സ് ഉണ്ട് കേട്ടോ, അന്ന് സ്കൂട്ടി ശരിയായി തന്നതിനും ഇപ്പൊ സഹായിച്ചതിനും. അതും പറഞ്ഞ അവൾ പോയി. ശരിക്കും ലോട്ടറി അടിച്ച പോലെ. അവൾക്ക് വെറുപ്പൊന്നുമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇന്ന് സംസാരിച്ച്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുന്നു. ഫോണിൽ എന്നതോ കാര്യമായി തോണ്ടിക്കൊണ്ടിരുന്ന വൈഷ്ണവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. പിന്നീട് ഞങ്ങൾ മീറ്റ് ചെയ്ത് ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ചാണ്. പരസ്പരം പരിചയം പുതുക്കി കോഫി ക്ഷണിച്ചപ്പോൾ ആദ്യം നിരസിച്ചെങ്കിലും നിർബന്ധിച്ചപ്പോൾ വന്നു. ഞാൻ തോരാതെ കാണുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. മിക്കവയും പൊട്ടത്തരങ്ങളായിരുന്നെന്ന് അവളുടെ ആക്കിയുള്ള ചിരി കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്നാലും ഞാൻ കിട്ടിയ അവസരം വെറുതെ കളഞ്ഞില്ല. പറഞ്ഞു ഞാൻ ബോറടിപ്പിച്ചല്ലേ. എനിക്ക് ആരെങ്കിലും കിട്ടിയ പിന്നെ ഞാൻ ഒന്നും നോക്കൂല. ബെല്ലും ബ്രേക്കിലാ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പോകാൻ നേരം ഞാൻ എന്റെ കാർഡ് എടുത്ത് അവൾക്ക് നീട്ടി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, ഇതാണ് എന്റെ നമ്പർ. വാങ്ങാൻ മടിച്ചെന്ന് അവളെ നോക്കി ഞാൻ പറഞ്ഞു. പേടിക്കണ്ട, എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. നിറഞ്ഞ ചിരിയോടെ അവൾ അത് വാങ്ങി. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് പോയത്. ഈ 7 ദിവസം അവളെ കണ്ടതേയില്ല. അതിന് ശ്രമിച്ചില്ല എന്നാണ് സത്യം. അവളെക്കുറിച്ച് ഓർക്കാഞ്ഞിട്ടോ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല. തന്റെ പ്രസൻസ് കൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയിട്ട് മാത്രം. നെക്സ്റ്റ് വീക്കാണ് വൈഷ്ണവിന്റെ ഡ്രീം പ്രൊജക്റ്റായ സ്ട്രേഞ്ചേഴ്സിന്റെ ആദ്യ ഷോ. അതിന്റെ ഓരോ തിരക്കിൽ നിൽക്കുമ്പോഴാണ് ഐഷയുടെ കോളിനെ തേടിയെത്തിയത്. ഫെബു, ഞാനിപ്പോ ക്രസന്റ് ഹോസ്പിറ്റലിലാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരാമോ പ്ലീസ്? എന്താ പറ്റി? വേവലാതിയോടെ ഞാൻ ചോദിച്ചു. വന്നിട്ട് പറയാം, സ്പീഡപ്പ്. ഓക്കെ, ദാ എത്തി. പടച്ചോനെ, ഇഷ്യൂന് എന്തെങ്കിലും പറ്റിയോ? ഒന്നും തെളിച്ച് പറയുന്നില്ലല്ലോ. മനസ്സിലൊരു 100,000 ചോദ്യങ്ങളുമായി ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലേക്ക് എത്തും വരെ നല്ല ആധിയുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ അവൾ നിൽപ്പുണ്ട്. നിനക്കെന്താ പറ്റി? എന്തിനാ വേഗം വരാൻ പറഞ്ഞേ? എനിക്കൊന്നുമില്ല. അവിടെ ICUവിൽ ചെറിയ കൊച്ചു ആക്സിഡന്റ് കിടപ്പുണ്ട്. ഒന്ന് അവിടെ വരെ വന്നേ.
അതും പറഞ്ഞ് അവൾ മുമ്പേ നടന്നു. ആവു ഭാഗ്യം ഇവൾക്കല്ല. അല്ല ഇവളെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നേ? ഇനി എന്തെങ്കിലും ഏടാകൂടാവോ? പൊതുവെ എനിക്ക് പരസായം തീരെയില്ല. എന്തിനാ വെറുതെ ഓരോ പൊല്ലാപ്പ് വലിച്ചേറ്റുന്നത്? ഞാൻ ഓഫീസിൽ പോകും വഴി ആ ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ഇടിച്ചിട്ട് ബൈക്ക് നിർത്താൻ പോയി. വേഗം ഒരു ഓട്ടോ പിടിച്ച് കുട്ടിയെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് സിസ്റ്റർ പറയുന്നത് ബ്ലഡ് വേണമെന്ന്. എ പോസിറ്റീവ് ഗ്രൂപ്പാണ്. എനിക്കാണ് ഇവിടെ ആരെയും പരിചയമില്ല. സിസ്റ്ററോട് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ലിസ്റ്റ് തന്നു. കുറച്ചും മുമ്പ് എടുത്ത നാട്ടുകാരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഗ്രൂപ്പ് തിരിച്ച് ഓരോരുത്തരെയും പേരും അഡ്രസ്സും ഉണ്ടായിരുന്നു. അതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഭാഗ്യത്തിന് നിന്റെ പേരുണ്ട്. അതാ വേഗം വിളിച്ച്. നിന്റെ ഗ്രൂപ്പ് എ പോസിറ്റീവ് അല്ലേ? ആൾ പറയുന്ന കേട്ടൊരു നിമിഷം ഞാൻ അവിടെ സ്റ്റക്കായി. പടച്ചോനെ, കൊലക്ക് കൊടുക്കാനായിരുന്നോ ഈ ജിന്നെ വിളിച്ചുകൊണ്ട് വന്ന്? പൊതുവെ ഇഞ്ചക്ഷൻ എന്ന് കേൾക്കുന്നതിന് അലർജിയാ, അല്ലാതെ പേടിയുണ്ടായിട്ടൊന്നല്ല കേട്ടോ. അപ്പോഴാ ബ്ലഡ് കൊടുക്കാൻ പറയുന്നത്. നിന്ന നിൽപ്പിൽ ബോധം കെട്ട് വീണാലോ? അല്ലെങ്കിൽ വേണ്ട, ഓടി രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഈ യക്ഷി എൻ്റെ രക്തം മുഴുവൻ ഊറ്റിയെടുക്കും. അല്ലെങ്കിൽ കണ്ണീ ചോരയില്ലാത്തവരെന്നാ ഉമ്മച്ചി പറയാറുള്ളൂ. ഇനി ആകെയുള്ള ഇച്ചിരി ബ്ലഡ് കൂടെ എടുത്താ പിന്നെ എൻ്റെ അവസ്ഥ എന്താവും? എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? പേടിയുണ്ടോ? ഏയ്, എന്തിനു പേടിക്കണം? ഇതൊക്കെ എനിക്ക് നിസ്സാരമല്ലേ. ഒരു കൊച്ചിനെ ജീവൻ രക്ഷിക്കാനല്ലേ ഒന്നുമില്ലെങ്കിൽ. ഞാനില്ലാത്ത ധൈര്യമുണ്ടാക്കി ഒരു പതർച്ചയുമില്ലാതെ പറഞ്ഞു. അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നാണം കെടും. ഇത്രയും പ്രായമായിട്ടും പേടിയാണെന്ന് പറഞ്ഞാൽ അവളെന്നല്ല ആരായാലും കളിയാക്കും. സിസ്റ്റർ വലിയൊരു സിറിഞ്ച് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. പേടിച്ച് വിറക്കാൻ തുടങ്ങി. കൈ നീട്ടി പിടിക്ക്. വിറച്ചുകൊണ്ട് കൈ നീട്ടി കൊടുത്തു. അടുത്തന്നെ ഇഷ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സിസ്റ്റർക്കിട്ട് ഒന്ന് കൊടുത്ത് ഇറങ്ങിപ്പോയേനെ. എൻ്റെ പരവേശം കണ്ടിട്ടാവും ആളെൻ്റെ കൈ പിടിച്ചു. ആളെൻ്റെ ശരീരത്തിൽ തൊട്ടതും ഒരു ഷോക്ക് ശരീരം മുഴുവൻ പാസ് ചെയ്തു. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലിംഗ്. ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾക്കാവുന്നതിൽ ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. കണ്ണടച്ചോ? ആൾ പതിയെ പറഞ്ഞു. പക്ഷേ ഞാൻ അവളുടെ മുഖത്തോട്ട് തന്നെ നോക്കി നിന്നു. ആരെയും ആകർഷിപ്പിക്കുന്ന ചോര ചുവപ്പാർന്ന അധരങ്ങളിൽ എൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. ഇഞ്ചക്ഷൻ വെച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് സിസ്റ്റർ പോയി. ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഇഷ എങ്ങോട്ടോ പോയി. കുറച്ച് കഴിഞ്ഞ് വേറെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കിടക്കാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ ചെറിയൊരു സൂചി കുത്തിക്കയറ്റി. ഇപ്പൊ നല്ലോണം വേദനിച്ചു. അന്ന് എല്ലാവരും റൂമിലും ഷൈൻ ചെയ്യാൻ വേണ്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിച്ചു കൊടുത്തതായിരുന്നു. വേണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടക്കേണ്ടി വന്ന്. അവളവിടെ ഒരു പരസഹായം. ഇങ്ങനെ പോയാൽ ജീവിതകാലം മുഴുവൻ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ആയുസത്താ ഡെഡായി പോവുമല്ലോ പടച്ചോനെ. എന്ത് വിശ്വസിച്ച് ഞാൻ ഇവളെ കെട്ടും? ഇങ്ങനെയാണെങ്കിൽ ഇവളെൻ്റെ കണ്ണും ഹാർട്ടും എടുത്ത് വേറുള്ളവർക്ക് കൊടുക്കും. എൻ്റെ പടച്ചോനെ. ഞാൻ ഓരോന്നും ചിന്തിച്ച് കണ്ണടച്ച് കിടന്നു. കഴിഞ്ഞു, വാ എഴുന്നേൽക്ക്. ക്ഷീണം തോന്നുന്നുണ്ടോ? ഇത് കുടിക്ക്. ആയിഷാന്റെ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണൂറും നോക്കിയത്. ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കി. ഇതെപ്പോ തീർന്നു? ഞാനിടക്ക് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു. പതിയെ ഞാൻ എഴുന്നേറ്റു, തലയിറങ്ങുന്ന പോലെ. ഞാൻ അവളെ കയ്യിൽ കയറി പിടിച്ചു. അവൾ എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാരല്ല, ശരിയായിക്കോളും, ഈ ജ്യൂസ് കുടിച്ചോ. അവൾ നീട്ടിയ ജ്യൂസ് ഗ്ലാസ് ഒറ്റവലിക്ക് ഞാൻ കുടിച്ചു തീർത്തു. ആദ്യമായിട്ടാണല്ലേ ബ്ലഡ് കൊടുക്കുന്നത്? സാധാപത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ ഇളിഞ്ഞ ചിരിയോടെ അതേന്ന് തലയാട്ടി. ഞങ്ങൾ പോകാൻ വേണ്ടി എഴുന്നേറ്റു. കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ സഹായിക്കണോ? വേണ്ട, ഐ ആം ഓക്കെ. താൻ ചെയ്ത വലിയൊരു ഉപകാരം. ആ കുട്ടിയുടെ സ്ഥിതി അത്ര കഷ്ടത്തില. ഓരോന്നും പറഞ്ഞ് ആളെന്നെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ ICUവിന്റെ അടുത്തേക്ക് പോയി. അവിടെ തീരെ മെലിഞ്ഞിട്ട് കണ്ടാലൊരു 35 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. ആ ഒരു ഇഷാനെ കണ്ടപാടെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. വലിയ ഉപകാരം മോനെ. എൻ്റെ കുട്ടിക്ക് ചോരെടുക്കാൻ തോന്നിയ വലിയ മനസ്സിന് ഇത്ര നന്ദി അറിഞ്ഞാലും മതിയാവൂലെന്ന് അറിയാം. എൻ്റെ ജീവനാ നിങ്ങളെനിക്ക് തന്ന്. പകരം തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല മക്കളെ. ആ അമ്മ കരഞ്ഞുകൊണ്ട് കൈകൂപ്പിയനോട് പറഞ്ഞു. ഞാനാകെ വല്ലാണ്ടായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. എന്താ പറയേണ്ടത് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ നിൽപ്പ് കണ്ടിട്ടാവും ആയിഷ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അതിനൊന്നും ആവശ്യമില്ല ചേച്ചി. മോൾക്ക് എത്രയും പെട്ടെന്ന് സുഖാവും കേട്ടോ. ചേച്ചി ടെൻഷൻ ആവേണ്ട, ഞങ്ങൾക്കില്ലേ കൂടെ അല്ലേ? ആളെന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ അവർ കാണാതെ മറച്ചു വെച്ചു. ഞാൻ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇനി എന്തിനും ഞങ്ങളുടെ കൂടെ. എന്റെ മറുപടി ആ സ്ത്രീയെക്കാളേറെ എന്റെ ആയിഷക്കാണ് സന്തോഷം കൊടുത്ത്. അവൾ അത്ഭുതത്തോടെ വിടർന്ന കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി. ഞാൻ അവിടെ നേരെ ഒരു കണ്ണിറുക്കി കാണിച്ചു. കുറച്ചു നേരം കൂടെ അവിടെ നിന്നു. ആ കുട്ടിയെ റൂമിലേക്ക് മാറ്റിയ ശേഷം ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. ഒരു 7-8 വയസ്സ് പ്രായം അത്രയുള്ളൂ ആ കുട്ടിക്ക്. പോരാ നേരം ആയിഷ ചേച്ചിയുടെ കയ്യിൽ കുറച്ച് കാശ് ഏൽപ്പിച്ചു. അവരെ നിരസിച്ചെങ്കിലും അവളുടെ സ്നേഹത്തിന് മുമ്പിൽ അവർക്ക് തോറ്റൊടുക്കേണ്ടി വന്നു. ശരിക്കും ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ആത്മസംതൃപ്തി ഇന്നെനിക്ക് തോന്നി. എന്തൊക്കെയോ ചെയ്തെന്നൊരു തോന്നൽ. എല്ലാത്തിനും താങ്ക്സ് എൻ്റെ ഈശക്കുട്ടിക്ക് നൽകുന്നു. ഞങ്ങൾ പുറത്തേക്ക് നടന്നു. എന്നെ ആ ജംഗ്ഷനിൽ നിന്ന് ഇറക്കി തരുമോ? എൻ്റെ വണ്ടിയോടെ കിടക്കുക. മനസ്സിൽ 1000 ലഡു ഒന്നിച്ചു പൊട്ടി. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ഡപ്പാങ്കൂത്ത് കളിക്കാനാണ് തോന്നി. ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഞാൻ പൊളിച്ചേനെ. ഓ അതിനെന്താ, താൻ കയറിക്കോ. എന്നെ ടച്ച് ചെയ്യാതെ കുറച്ച് അകലം വെച്ച് അവൾ ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു. മനസ്സിൽ വിജയ് ദേവർക്കൊണ്ടേ സ്മരിച്ചുകൊണ്ട് പാടി തകർത്ത് സാവധാനം ഞാൻ വണ്ടി ഓടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം
നാളെ ഇതേ സമയം.